കണ്ണൂർ വാസൂട്ടി. അരനൂറ്റാണ്ടാളിയിട്ടും അണയാതെ ഒരു അരങ്ങ് ജീവിതം. ആടിക്കിടപ്പാറ മുമ്പേ ആവേശിക്കാൻ ഇനിയും പരകായനം. തിരശ്ശീലമില്ലാത്ത ഒരസംബന്ധ നാടകത്തിന്റെ അരങ്ങിൽ കുടുങ്ങിപ്പോയ ഒരപ്രസക്ത നായകൻ. മുന്നിൽ കനത്ത് കിടക്കുന്ന ഇരുട്ടിന്റെ മറയിൽ ഒരു പ്രേക്ഷകനെങ്കിലും ഉണ്ടാകുമെന്ന ബോധ്യത്തിൽ ഒരു കുട്ടിക്കരണം കൂടി, ഒരു കഥ കൂടി. നാളത്തെ കേരള. എലികളായിരുന്നു പ്രശ്നം. പെറ്റുപെരുകി ഹെംലിൻ പട്ടണത്തിന്റെ സ്വസ്ഥത കാർന്നു നശിപ്പിച്ചുകൊണ്ടിരുന്ന മൂഷികക്കൂട്ടത്തിൽ നിന്നും പട്ടണത്തെ മോചിപ്പിക്കുന്നതിനായി പൈഡ് പൈപ്പറിന് അധികാരികൾ വാഗ്ദാനം ചെയ്തത് 10 കിഴി സ്വർണം. നാളത്തെ കേരള, വയോധികരുടെ കേരളം. നിഷേധിച്ചത് നാടുവാഴികളാണ്. അധികാരമുള്ളവന്റെ വാക്കുകൾ വെറും വാക്കുകളല്ല, വാഗ്ദാനങ്ങളാണ്, ഉറപ്പുകൾ. ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും ആവർത്തിക്കുകയാണ്. വാക്കുപാലിക്കാത്ത അധികാരികളോട് കണക്ക് ചോദിക്കുകയാണ്. കൊണ്ടുപോകും. നമ്മുടെ കുട്ടികളെ എല്ലാം അവർ കൊണ്ടുപോകും. നാട് മുടിയാൻ പോവുകയാണ്. നാട് മുടിയാൻ പോവുകയാണ്. കേട്ടില്ലേ അവന്റെ കുഴൽ ശബ്ദം? അവൻ ഇവിടെ ഉണ്ട്. അതൊരു ജർമ്മൻ കെട്ടിയതിലെ കഥാപാത്രം. ആധികാരികം തിരക്കൊക്കെ വിട്ട് പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ടി വരും. റിട്ടയർ ആവുന്ന എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ. എല്ലാവരെയും പോലെ അല്ലല്ലോ പിള്ള സാർ. മൂത്ത മകൾ ചിന്നു പിള്ള സാറിന്റെ വാക്കിനെ ധിക്കരിച്ച് അന്യജാതിക്കാരനോടൊപ്പം പോയതിന്റെ ഷോ. ചിന്നുവല്ല ഞാൻ. ഇത്രയ്ക്ക് വേണ്ടി എന്താ പ്രശ്നം? ഡോക്ടറിന് ഞാൻ എന്ത് മറക്കാറുണ്ട്? ലോകകപ്പിൽ തുണിയില്ലാതെ കിടന്ന സിദ്ധാർത്ഥന്റെ അരക്കെട്ടിൽ ഞാൻ ബൂട്ടിന് ചവിട്ടിയത് 1-2 തവണയല്ല. ഓരോ ചവിട്ടുമ്പോഴും മനസ്സുകൊണ്ട് പറഞ്ഞ എന്താണെന്നറിയോ? ധർമ്മരാജൻ പിള്ളയെ മുത്തശ്ശാൻ ഒഴിപ്പിക്കാനായി സൂക്ഷിച്ച നിന്റെ വിത്ത് ഇനി മുളപ്പിക്കില്ലടാ. ബൂട്ട് മുഴുവൻ ചോരയായിരുന്നു. ഇപ്പൊ മതം പൊളിച്ച് പോയാല് ഇവനൊക്കെ ആരുടെ ലൈസൻസ് കൊടുത്തത്? ഒരുത്ത കുത്തിക്കേറ്റിക്ക് വരട്ടെ. ആംബുലൻസ് വേണ്ട വഴിയാ ഫ്രണ്ടിലോട്ട് കേട്ട്. इस तरफ सीधा जाओ और आगे करके സാറേ ഫാർമസി ഓ മലയാളിയായിരുന്നു നേരത്തെ പറയണ്ടായിരുന്നു. ഇതുവഴി നേരെ ചെന്ന് ഇടത്തോട്ട് നില്ല. അവിടെ വെണ്ടൽ കാറ്റിൽ എഴുതി വെച്ചോണ്ട് അസുഖമൊന്നുമില്ല. മോളുടെ കുഞ്ഞിനെ കുത്തിവെപ്പിന് കൊണ്ടുവന്നു. 8ാം മാസത്തെ ഇഞ്ചക്ഷന്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ സൂചി കുത്തി കയറ്റാതെ അത് മരുന്ന് കൊടുക്കൂടെ? ഇഞ്ചക്ഷൻ തേങ്ങ ഇതിങ്ങനെ കുത്തി കളയാതെ ഇട്ടൂടെ? അത്
ഇപ്പൊ എന്താ എന്നെ വിളിച്ചേ? സാരമില്ല. നീ വേറെന്തോ വിളിച്ചു അല്ലേ? സാരമില്ല, സാരമില്ല. പിന്നെ എന്താ വിളിക്കാം? നീ എന്നെ മറ്റേ പേര് വിളിച്ചില്ലേ? മറ്റേ ഓക്കേ, അതിന്റെ പേര് കാലം പേര് വിളിച്ചില്ലേ എന്നെ? ആഹാ. 19 കൊല്ലക്കാലം പോലീസ് ഇരുന്നവനാണ് ഞാൻ. വെള്ളത്തിലെ എടുത്ത് ശബ്ദിയാവില്ല. വിളിച്ചെങ്കിൽ അത് പറഞ്ഞു വെച്ചേ, വേറൊന്നും കൊണ്ടല്ല. കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഏതാണ് സത്യം ഏതാണ് തോന്നലെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്ത് കണ്ടു ചോദിച്ചേ? ചേട്ടാ പൂച്ചേ, കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം. ഹാ. ഇത് എന്താ? ഞാൻ കണ്ടില്ലായെന്ന് വിചാരിച്ചു അല്ലേ? സിഗരറ്റ് വലിക്കില്ലെന്ന് സത്യം ചെയ്തിട്ട് വീണ്ടും വലിച്ചു. ഞാൻ കാണാതെ ഈ സിഗരറ്റും കല്ലുകുപ്പിയും ഒക്കെ ആ മുറിയിൽ വെച്ച് പൂറ്റിയിരിക്കല്ലേ? നീ കണ്ടുപിടിച്ചു കാണുന്നുണ്ട്. മഞ്ജുനല്ല മഞ്ജൻ, നല്ല തലയാള. മനസ്സിലായോ? മനസ്സിലായേ. സിഗരറ്റും കല്ലും ഒക്കെ കുരയ്ക്കണമെന്ന് ടാറ്റ പറഞ്ഞിട്ടില്ലേ? കുരക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി പഠിക്കില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് വീണ്ടും പഠിച്ചു. എന്റെ തലപ്പൊക്കി ശാകട്ടെ അല്ലേ? അങ്ങനെയൊന്നും പറയില്ല പക്ഷേ. ഇനി നീയും കൂടി ഇല്ല. ഇനി ഞാൻ വലിക്കില്ല. നിന്നാണ് സത്യം. ഇനി ഞാൻ സിഗരറ്റ് വീഡിയോ വലിക്കില്ല. ഞാൻ വീട്ടിൽ സിഗരറ്റ് പാൻപരാഗൊന്നും കളിക്കില്ല. എത്രയും വേഗം നീ എന്തെങ്കിലും ഒന്ന് കളിക്കണം. എന്തൊരു വാടാ സ്നേഹിച്ച സിദ്ധാർത്ഥൻ മിടുക്കനായിരുന്നിരിക്കണം. PhD പഠിക്കുകയായിരുന്നല്ലോ. പക്ഷെ എനിക്കവനൊന്നും വെറും ഒരു താഴ്ന്ന ജാതിക്കാരൻ മാത്രമായിരുന്നു. കഥകളൊക്കെ എനിക്കറിയാം. സാർ അവനെടുത്ത് കലക്കില്ലേ? കൈ അടങ്ങും വരെ, കഥ ഒടുങ്ങും വരെ. എന്നിട്ട് ഒടുങ്ങിയോ കഥ? ഞാൻ ചവിട്ടി ഓടിച്ച അതേ കൈകൊണ്ട്, അതും ആ പ്ലാസ്റ്റർ അടിക്കും മുൻപേ അവൻ എന്റെ കുഞ്ഞുമോളുടെ കഴുത്തിൽ താലി കെട്ടി. പേരിന്റെ കൂടെ അലങ്കാരവും അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ഈ വാലുണ്ടല്ലോ, അത് ആസനത്തിൽ മുളച്ച ആരാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയുള്ളൂ. എല്ലാം ഞാൻ കേട്ടു. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി. ഏത് കോളേജ് വേണമെന്ന് തീരുമാനിക്കേ. എന്നിട്ട് എന്നെ വിളിക്കും. ഓക്കെ സാർ, ഓക്കെ, ഡയറക്ടർ സ്ഥലത്തായിരുന്നു. രംഭ ആയുർവേദിക്സിന്റെ പുതിയ ഫേമസ് ബ്യൂട്ടിക്കിന്റെ ആഡ് ചെയ്യാൻ ഒരു കോളേജ് വേണമെന്ന്. പരസ്യം ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ പണ്ട് പട്ടാളത്തിന് ഷൂട്ടിംഗ് ഓർത്തുപോയി. ശത്രു സൈന്യത്തിന് വെടിയേറ്റ് വീണ എന്റെ ദോസ്ത് വിശ്വസിങ്ങനെ ഓർത്തുപോയി. ശരിക്കും എനിക്ക് കൊള്ളേണ്ട വെടിയാ എന്ന് എനിക്കും അങ്ങനെ തോന്നി. ഞങ്ങൾ പുതിയതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ ഫേമസ് ബ്യൂട്ടി ക്രീമിന്റെ പേരെന്താണെന്നറിയാമോ? ധവള ഫേമസ് ബ്യൂട്ടി ക്രീം. എന്നാ പിന്നെ മാക്രി ക്രീം എന്നിടാൻ പാടില്ല. എന്താ സ്കിന്ന് മദാമെ പോലെ ഇരിക്കും. ധവള ഫേമസ് ബ്യൂട്ടി ക്രീമിന് ആപ്റ്റ് മോഡലാണ്. സാറേ, കുഞ്ഞുമാവേ. എന്താ കുഞ്ഞുമാവേ അവിടെ നിന്ന് കാണുന്നത്? കേറി വാ, കേറി വാ കുഞ്ഞുമാവേ. എന്താണോ മേഡം? അങ്ങോട്ടൊന്നും തുറക്കുന്നില്ല. നീതി വേണം. ഇതുവരെ ഒന്നും തുറന്നിട്ടില്ല. പോലീസിനെ അറിയിക്കുന്നു. പോലീസിനൊക്കെ വേണം. ഇത്രയും എന്നെങ്ങനെയാണോ? ഇതിനേക്കാൾ വലിയ കുറിച്ചെറിയ താമരപ്പൂവും ധാരാളം ഉണ്ടാകും. ഇന്നിത്തിരി മയത്തിൽ. സോറി.
ശരി സാരമില്ല സാർ ഇതിന്റെ ജോലി ശരി സാർ നമ്പ്യാരെ തിരിച്ചറിയണ തിരിച്ചറിയും എങ്ങനെയുണ്ട് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി കറുകൈ ഭാഗവൻ നമ്പ്യാർ നിയമസഭാംഗമായ മകന് നൽകുന്ന സ്വീകരണം? സുഖമില്ലാത്ത ആളല്ലേ സാർ? സുഖമില്ലാത്ത ശരീരത്തിന് മാത്രം, പക്ഷെ പഴയ നാടൻ മനസ്സിന് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. 88 വയസ്സായി, പറഞ്ഞത് കേട്ടില്ലേ, തിരിച്ചു വരുമെന്ന്. എവിടെ അങ്ങനെ പിന്നെ സാറേ, ഇത് സ്വയം എടുത്തെങ്കിൽ വിഷമല്ലേ? അത് ശകുനിയെ ഞാൻ ഉറപ്പിച്ച സ്ഥിതിക്ക് കളിക്കേണ്ടത് കള്ളച്ചൂത് തന്നെ ആയിരിക്കണമല്ലോ. പിന്നെ ശകുനിക്കുള്ള പകുതി അറിഞ്ഞത് ഓശാരത്തൊന്നും ആയിരുന്നില്ലല്ലോ. ഓരോ കരിനീറ്റത്തിന് കിട്ടിയില്ല കിഴിപ്പണം. 1.5 കോടി വില മതിക്കുന്ന ഈ ഗോൾഡൻ ക്ലാസിലെ ഫ്ലാറ്റ് ഉൾപ്പെടെ ഉപകാര സ്മരണകളാണ്. ഇല്ല സാറേ, സ്മരണ വേണമല്ല സാറേ, സ്മരണ. സാറേ, എൻ്റെ അച്ഛൻ്റെ കാലം കഴിഞ്ഞു. ഇനി എൻ്റെ ഊഴമാണ്. ചൂതം നീലോണം. ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടെ നിൽക്കണ്ട സാറേ. ശരിക്കും വയ്യാഞ്ഞിട്ടാ പ്രതാപം. അതിന് പണ്ടത്തെ പോലെ ആരെങ്കിലും ലോകപ്പിലേക്ക് തള്ളിക്കൊന്ന് കെട്ടിത്തുകയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ കണ്ടപ്പോ ആവേശം മുന്നങ്ങ് മുദ്രാവാക്യം വിളിക്കുക. ഞാനെന്ത് ചെയ്യാനാ? കടുവിന്റെ നേതാവാണ്. എന്തോ കേരള അതിഥി തൊഴിലാളി യൂണിയനിന്റെ ഇവന്മാരൊക്കെ മുദ്രാവാക്യം വിളിച്ചെടുക്കുന്നു. എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അവരല്ല സാറേ, ഞാൻ മുഷ്ടിക്ക് കിട്ടുമ്പോ നടുതലിൽ ഇങ്ങനെ കുന്തിരിക്കും. ഞാനിങ്ങനെ കാണിക്കുമ്പോ അവന്മാരൊക്കെ ഇങ്ങനെ മേഡം, ഇത് കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ജെപിയുടെ പേരിൽ അനേരിക്കും. പണ്ട് കോളേജിൽ ഇപ്പൊ വെട്ടിക്കിട്ടിയതാ. ഹലോ, വെട്ടി കിട്ടിയത് അടുത്തേക്കാ. ഇത് വെട്ടിപ്പിടിച്ചപ്പോ പറ്റിയത് ഇത് രാജ്യമാണ്. അയ്യോ, രാജ്യം വെട്ടിപ്പിടിച്ചതല്ല, തലയ്ക്ക് വെട്ടാമെന്ന് ആ വെട്ടിക്കറി പിടിച്ചതാണ്. ആരാ വെട്ടിയത്? അതിപ്പോ 1-2 വെട്ടികളൊക്കെയാണ് ഓർത്തിരിക്കാൻ എളുപ്പ. ഇതിപ്പോ പല പല പ്രസ്ഥാനങ്ങൾ, പല പല പ്രക്ഷോഭങ്ങൾ, ആഞ്ചം പുറഞ്ഞും വെട്ടുകൾ, കുത്തുകൾ, ഒടിവുകൾ, ചതവുകൾ. തെറ്റിദ്ധരിക്കണ്ട, വെട്ടിക്കിട്ടിയപ്പോ പറ്റിയത്. നിനക്ക് ചിക്കൻ ബിരിയാണി എന്തോ പേര് വിളിച്ചാണ് പാട്ടി. നീ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞ? ചേട്ടൻ പഠിപ്പിച്ചത് ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. എടാ, ജെട്ടിയല്ല, ജേറ്റി. ജെട്ടി ജെട്ടി ഞങ്ങളുടെ ഉയരല്ലേ, അല്ല ജെട്ടി ഞങ്ങളുടെ ഉയരല്ലേ. പിന്നെ നീ എന്താ പറഞ്ഞത്? പിന്നെ നീ എന്താ പറഞ്ഞത്? ജോലിക്കൂലി കൂട്ടാനുള്ള സമരമായി, അല്ലാതെ ജോലിയുടെ കുളികളോ ജോലിക്കൂലി കൂട്ടുകയോ ഇനിയൊന്നും പറയണ്ട. ഞാൻ പറയുന്ന മുദ്രാവാക്യം വിളിച്ചാൽ കേട്ടല്ല. ശ്രദ്ധി, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. എന്റെ പേരിനെ മറന്നാളുണ്ട്. നീ പറഞ്ഞു ആ മുദ്രാവാക്യം ഒരു പാവ നേതാവാണ് ജോബ് തന്നെ പറഞ്ഞു. ചിരിത അത് വേണ്ട, ഞാൻ കൈതന്ന മേഡം എന്നെ കൈകൊണ്ടു. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ജേട്ടി, നമ്മുടെ പാവം നവീൻ നമ്പ്യാർക്ക് ഒന്നും കൊടുത്തില്ലല്ലേ? മനസ്സിലായില്ലേ? ഈ കണ്ണ്, മൂക്ക്, മുടി, അങ്ങനെ ഒരു ഫീച്ചേഴ്സും നവീന് കിട്ടിയിട്ടില്ലേ? നവീൻ അമ്മയെപ്പോലെ ആയിരിക്കും അല്ലേ? അങ്ങനെ മനസ്സിലായില്ലേ? നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു. ചിരിത, നവീന്റെ ഫ്രണ്ട്, IAS. ഓ, നൈസ് ടു മീറ്റ് യു. അപ്പോൾ തിരക്കാണ് തുടങ്ങി മോറൽ തിക്കൂരങ്ങൾ വേറെ. എന്റെ മോനെ തെറ്റിയില്ല. യു ആർ വെരി സ്മാർട്ട്. താങ്ക് യു. ശരിയാണ്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആശയിക്കില്ല. കാരണം മിടുക്കികളും മിടുക്കന്മാരുമാണ് ഇവിടുത്തെ യുവതലമുറ. എന്റെ ശിവു, നിന്നോട് ആദ്യം കിടന്നുറങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ? എന്താ തന്റെ ഡ്യൂട്ടി? പോലീസ് പ്രൊട്ടക്ഷൻ. ഈ പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ ആവശ്യപ്പെട്ടതല്ല കേട്ടോ. ഒക്കെ ആ പ്രതാപൻ വെറുതെ ഇന്നും വന്നതിനുള്ള ഭീഷണിക്കോളൂ. സാറ് വീണ്ടും വരയ്ക്കണമെന്ന് അവന്മാർക്കല്ലേ? 2 കൈകളും വെട്ടിയാൽ ചുണ്ടിൽ വൃക്ഷം കടിച്ച് പിടിച്ച് വരയ്ക്കണമെന്ന് സാർ ടിവിയിൽ പറഞ്ഞതൊക്കെ അവന്മാർ കണ്ടു കാണത്തില്ലേ? അവന്മാർ ഇനിയും വരും. വരട്ടടോ, ഒരു കൈ ബാക്കിയുണ്ടല്ലോ, നമുക്ക് ഒരു കൈ നോക്കാം. ഇവനാണ് സാറിന്റെ ആവിലിരിക്കുന്ന ഊളാണ്. ഭാരം വഹിക്കുന്നവരെ കാണാതെ വിളിക്കും.
ഊർക്കം വലിച്ച് ശമ്പളം വാങ്ങുന്നവനെ ഊളാന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കൂടാ മുഖിനെ എന്റെ അച്ഛൻ തന്തയ്ക്ക് പ്രസിഡന്റ് അങ്ങനെ പോയി ചായ കുടിച്ച് വാടാ. ഓടാ. സുമതി, നീ എങ്ങനെ പുറത്തിറങ്ങി? ഇറങ്ങിയതല്ല ഇറക്കിക്കൊണ്ട് വന്നതാ. ഒരു ദിവസം സുമതി കുട്ടിയമ്മേ കിട്ടു പച്ചായിന്റെ കൺമുന്നിൽ കൊണ്ട് നിർത്തി തരാമെന്ന് നീതിരത്നം പ്രോമിസ് ചെയ്തിരുന്നില്ലേ? നീതിക്ക് വേണ്ടി ആ പ്രോമിസ് ഞാൻ നിറവേറ്റും. എന്നാ പ്രിയമുള്ള സുമതി, വള്ളിയടിച്ച് വളുപ്പിന് നല്ല മാണിക്ക് ഞാൻ വഴിക്കും. ഇതെന്താ ഇത്? വണ്ടികളോട് തന്നെ ചോദിക്കാം. അതെ, വെള്ളിയാഴ്ച വെളുപ്പിന് 4 മണിക്ക് ഞാൻ വന്ന് വിളിച്ചു വന്ന വഴിക്കുമ്പോ നീ ഇറങ്ങി വാരണം. ഓ, വിളിക്കുമ്പോ നീ ഇറങ്ങി വരണം. കണ്ണീരിട്ടൊക്കെ കഴിക്കണി അന്നാണെങ്കിൽ തായിടാൻ മറന്നുപോയ ഇടി പിടിച്ചപ്പോഴത്തേക്ക് വായാടുന്നില്ല. ആഗ്രഹങ്ങളുടെ ശവപ്പറമ്പാ ഉള്ളില്. ശുഭം എന്ന് എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഹലോ സർ. പ്രിയ കൂട്ടുകാരന്റെ മകൻ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് പുതിയൊരു കാണാനോ സംസാരിക്കാനോ കഴിയും. എനിക്ക് മനസ്സിലാക്കും സാറിന് കേസിന്റെ തിരക്കല്ലേ. നീതി ലഭിക്കുമെന്ന് സാറിന് ഉറപ്പുണ്ടോ? നമ്മുടെ ഭരണഘടന അങ്ങനെ ഒരു ഉറപ്പ് തരുന്നുണ്ട്. പഴയ പല കാര്യങ്ങൾ അന്യദേശക്കാരാണെങ്കിലും അവരെ അസംഘടിതരല്ല. അവരെ തൊട്ട് കളിച്ചാൽ കേരളം സ്തംഭിക്കും. സ്തംഭിക്കും എന്ന് പറഞ്ഞാൽ സ്തംഭിപ്പിക്കും. ഒന്നുമില്ല കുട്ടിയെ, നേതാവ് ഒന്ന് സ്തംഭിച്ചതാ. അഴിയൽപ്പതൊക്കെ സുന്ദരൻ. പിന്നെ നിന്നെ കൊണ്ട് അഴിയിൽ കിട്ടിയ പിന്നെ പരമാനം തന്നെ. അളിയനോ? വീരൻ മഹാബലൻ ഗോവിന്ദ. സ്വന്തം